പ്രിയപ്പെട്ടവരെ, HSC സോഷ്യൽ സയൻസിൻ്റെ സിലബസിൽ മൊഡ്യൂൾ 1 പാർട്ട് ബി വേൾഡ് ഹിസ്റ്ററി പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മാസിഡോണിയൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിലുള്ള സാമ്രാജ്യമായിരുന്നു മാസിഡോണിയൻ സാമ്രാജ്യം. മാസിഡോണിയൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം മൊത്തമായിട്ടൊന്ന് നോക്കാം. എന്നിട്ട് അതിനുശേഷം ഓരോ പോയിൻ്റായിട്ട് നമുക്ക് പറഞ്ഞ് പഠിച്ചിട്ട് പോവാം. മാസിഡോണിയൻ സാമ്രാജ്യം വടക്കൻ ഗ്രീസിൽ ഒരു ചെറിയ രാജ്യമായിട്ട് ഉത്ഭവിച്ച ഒരു സാമ്രാജ്യമായിരുന്നു. ഇത് BC 4-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ഗ്രീസിൽ ആധിപത്യം നേടി, കിഴക്കോട്ട് അതിൻ്റെ സ്വാധീനം വ്യാപിപ്പിച്ചു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യം സിന്ധു നദി വരെ വ്യാപിച്ച വിശാലമായുള്ള പ്രദേശങ്ങൾ കീഴടക്കിയിട്ടുള്ള ഒരു സാമ്രാജ്യമായിട്ട് മാറി. ഇത് ഹെലനിസ്റ്റിക് യുഗത്തിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. മാസിഡോണിയൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സ്വാധീനം, പ്രത്യേകിച്ച് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും വ്യാപനത്തിലൂടെ ഈ പ്രദേശത്ത് ശാശ്വതമായിട്ടുള്ള സ്വാധീനം ചെലുത്തി. അതായത് മാസിഡോണിയൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സ്വാധീനം ഗ്രീക്ക് സംസ്കാരത്തിലും ഭാഷയിലുമൊക്കെ നമുക്ക് പ്രകടമാണ്. തുടക്കത്തിൽ ഒരു ചെറിയ രാജ്യമായിരുന്നു മാസിഡോണിയ എന്ന് പറഞ്ഞാൽ. ഫിലിപ്പ് രണ്ടാമനെ പോലുള്ള രാജാക്കന്മാരുടെ കീഴിൽ അതിൻ്റെ വികാസം തുടങ്ങി. അദ്ദേഹം ശക്തമായുള്ള ഒരു സൈന്യം സ്ഥാപിക്കുകയും ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങളുമായിട്ട് സഖ്യങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അലക്സാണ്ടറുടെ വിജയങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് പിതാവിൻ്റെ പാരമ്പര്യം അവകാശമാക്കിയ മഹാനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം വികസിപ്പിച്ചു. അതിനുവേണ്ടി അദ്ദേഹം നിരവധി യുദ്ധങ്ങൾ നടത്തി, ഗ്രീസ് കീഴടക്കി. മാത്രമല്ല പേർഷ്യ, ഈജിപ്ത്, ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കൊക്കെ മാസിഡോണിയൻ സാമ്രാജ്യം അദ്ദേഹം വിപുലമാക്കുന്നുണ്ട്. അലക്സാണ്ടറുടെ വിജയങ്ങൾ കീഴടക്കിയ പ്രദേശങ്ങളിൽ ഗ്രീക്ക് സംസ്കാരവും ഭാഷയും വ്യാപിക്കാൻ തുടങ്ങി. ഗ്രീക്ക് പൗരസ്ത്യ പാരമ്പര്യങ്ങളുടെ സമന്വയം കണ്ട ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൻ്റെ തുടക്കം ഈ കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അലക്സാണ്ടറെ പോലുള്ള മാസിഡോണിയൻ രാജാക്കന്മാർ ഹെലനിസ്റ്റിക് സംസ്കാരത്തെ സജീവമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പുതിയ നഗരങ്ങൾ നിർമ്മിക്കുകയും ഗ്രീക്ക് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ മേഖലയിലെ വരേണ്യ സംസ്കാരത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും പ്രധാന ഭാഷയായിട്ട് പിന്നീട് ഗ്രീക്ക് മാറി. BC 323 അലക്സാണ്ടറുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം സെലൂസിഡ് സാമ്രാജ്യം, ടോളമൈഡ് രാജ്യം എന്നിവ ഉൾപ്പെടെ ചെറിയ പിൻഗാമി രാജ്യങ്ങളായിട്ട് വിഭജിക്കാൻ തുടങ്ങി. BC 2-ാം നൂറ്റാണ്ടിൽ മാസിഡോണിയ റോമൻ നിയന്ത്രണത്തിലായി. റോമൻ പ്രവിശ്യയുടെ ഭാഗമായിട്ട് മാസിഡോണിയ മാറി. ഇവിടുത്തെ പ്രധാന നേതാക്കന്മാരായിരുന്നു ഫിലിപ്പ് രണ്ടാമനും അലക്സാണ്ടർ ചക്രവർത്തിയും. മാസിഡോണിയയുടെ സൈനിക രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ഫിലിപ്പ് രണ്ടാമനും അതുപോലെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയും ഒഴിച്ചുകൂടാനാവാത്ത പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈനിക പ്രതിഭയും വിജയങ്ങളും മാസിഡോണിയൻ സാമ്രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഹെലനിസ്റ്റിക് സംസ്കാരത്തിൻ്റെ വ്യാപനത്തിനും കാരണമായി. ഗ്രീസിൻ്റെ വടക്കിഴക്കൻ ഭാഗത്തുള്ള ഹാലിയോക്മോൺ, ലോവർ ആക്സിയോസ് നദികൾക്ക് ചുറ്റുമുള്ള എക്കൽ സമതലത്തിൽ താമസിച്ചിരുന്ന ഒരു പുരാതന ഗോത്രമായിരുന്നു മാസിഡോണിയക്കാർ എന്ന് പറഞ്ഞാൽ. അടിസ്ഥാനപരമായി ഒരു പുരാതന ഗ്രീസ് ജനതയായിട്ടുള്ള അവർ വടക്കേ അറ്റത്തുള്ള ഹാലിയാക്മോൺ താഴ്വരയിലൂടെ അവരുടെ മാതൃരാജ്യത്ത് നിന്ന് ക്രമേണ വികസിച്ച് അയൽക്കാരായ ത്രേസ്യൻ, ഇല്ലിയേറി തുടങ്ങിയ ഗോത്രങ്ങളെ ഒന്നുകിൽ അവരിലേക്ക് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ ചെയ്തു. പുരാതന മാസിഡോണിയക്കാർ ക്ലാസിക്കൽ കലയുടെയും പിന്നീട് ഹെലനിസ്റ്റിക് കലയുടെയും നിർമ്മാണത്തിലും അതിൻ്റെ പരിപോഷണത്തിലും ഒക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ദൃശ്യകലകളുടെ കാര്യത്തിൽ അവർ പ്രഫ്കോകൾ, മൊസൈക്കുകൾ, ശില്പങ്ങൾ, അലങ്കാരങ്ങൾ, ലോഹപ്പണികൾ എന്നിവ നിർമ്മിച്ചു. സംഗീതത്തിൻ്റെയും ഗ്രീക്ക് നാടകങ്ങളുടെയും പ്രകടന കലകൾ വളരെയധികം വിലമതിക്കപ്പെട്ടു. യൂറിപ്പിഡസിനെ പോലുള്ള പ്രശസ്ത നാടകകൃത്തുക്കൾ മാസിഡോണിയക്കാരായിരുന്നു. അരിസ്റ്റോട്ടിൽ പോലുള്ള പ്രശസ്ത തത്വചിന്തകരുടെ സാന്നിധ്യവും രാജ്യത്തെ ആകർഷിക്കുന്നുണ്ട്. അതേസമയം തദ്ദേശീയരായിട്ടുള്ള മാസിഡോണിയക്കാർ പുരാതന ഗ്രീക്ക് സാഹിത്യ മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ഗ്രീക്ക് ചരിത്ര രചനകൾക്ക് ധാരാളം സംഭാവനകൾ നൽകി. മാസിഡോണിയ ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു ഫിലിപ്പ് രണ്ടാമൻ. BC 359 മുതൽ 336 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. മാസിഡോണിയ ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു ഫിലിപ്പ് രണ്ടാമൻ. BC 359 മുതൽ 336 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം.
അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് അലക്സാണ്ടർ ആണ്. അദ്ദേഹം BC 336 അധികാരത്തിൽ വന്നു. അദ്ദേഹം ഈജിപ്തില് അലക്സാണ്ട്രിയ എന്ന നഗരം സ്ഥാപിച്ചു. BC 332 ഈജിപ്ത് കീഴടക്കുകയും അലക്സാണ്ട്രിയ എന്ന നഗരം സ്ഥാപിക്കുകയും ചെയ്തു. മാസിഡോണിയ ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു ഫിലിപ്പ് രണ്ടാമൻ. BC 359 മുതൽ 336 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ പ്രശസ്തനായുള്ള പുത്രനായിരുന്നു അലക്സാണ്ടർ. അദ്ദേഹം BC 332 ഈജിപ്ത് കീഴടക്കുകയും അലക്സാണ്ട്രിയ എന്ന നഗരം സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം BC 331 പേർഷ്യ കീഴടക്കി. BC 331 അലക്സാണ്ടർ പേർഷ്യ കീഴടക്കി. അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പേരാണ് ബ്യൂസിപ്പാലസ്. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ ആക്രമിച്ചത് BC 326 അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ ആക്രമിച്ചത് BC 326 3 വർഷങ്ങൾക്ക് ശേഷം BC 323 അദ്ദേഹം ബാബിലോണിയയിൽ വെച്ച് അന്തരിച്ചു. പേർഷ്യയുടെ ഷഹൻഷാ എന്ന പേരിൽ അറിയപ്പെടുന്നത് അലക്സാണ്ടറെയാണ്. പേർഷ്യയുടെ ഷഹൻഷാ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? അലക്സാണ്ടറിനെയാണ്. അലക്സാണ്ടർ പേർഷ്യ 331 കീഴടക്കി. അലക്സാണ്ടർ പരാജയപ്പെടുത്തിയ പേർഷ്യൻ ഭരണാധികാരിയാണ് ഡാരിയസ് മൂന്നാമൻ. അലക്സാണ്ടർ ഡാരിയസ് മൂന്നാമനെ പരാജയപ്പെടുത്തിയാണ് BC 331 പേർഷ്യ കീഴടക്കിയത്. അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചത് BC 326 BC 323 ബാബിലോണിയയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം അലക്സാണ്ട്രിയയിലാണ് ഉള്ളത്. അദ്ദേഹം ഈജിപ്തിൽ സ്ഥാപിച്ച നഗരമാണ് അലക്സാണ്ട്രിയ. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരമുള്ളത്. ആവശ്യത്തിലധികം വൈദ്യന്മാരുടെ സഹായത്താൽ ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞത് അലക്സാണ്ടറാണ്. ആവശ്യത്തിലധികം വൈദ്യന്മാരുടെ സഹായത്താൽ ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അദ്ദേഹം BC 323 ബാബിലോണിയയിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ്. അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് ഈജിപ്ത് ഭരിച്ച രാജവംശമാണ് ടോളമി രാജവംശം. ടോളമി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ക്ലിയോപാട്ര. ടോളമി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയും വനിതാ ഭരണാധികാരിയും കൂടിയാണ് ക്ലിയോപാട്ര. ഇനി നമുക്ക് റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.